ഹലോ, ഇപ്പോൾ രാത്രി 10 മണിയാണ്. ഞങ്ങൾ അമ്പലത്തിൽ കഥകളി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അമ്പലത്തിൽ ഉത്സവം സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴേ ആദ്യക്കൂടെ പറയുന്നുണ്ടായിരുന്നു എന്നെ കഥകളി ഡേ കാണാൻ കൊണ്ടുപോകണമെന്ന്. വേറെ ഒരു പ്രോഗ്രാമിനും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറില്ല കേട്ടോ. പക്ഷേ കഥകളി ഡേ കൊണ്ടുപോകാത്തതിന് കരയുക വരെയും ചെയ്തിട്ടുണ്ട് കേട്ടോ അവൻ. അങ്ങനെ കഴിഞ്ഞ വട്ടവും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം നല്ല ഇൻട്രസ്റ്റിംഗ് കഥയായിരുന്നു. അതുമാത്രമല്ല നമ്മൾ കഥ അറിഞ്ഞായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വട്ടം പോയപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ എന്താണെന്ന് അറിയാതെയായിരുന്നു നമ്മൾ ആട്ടം കാണാൻ തുടങ്ങിയത്. കഥ അറിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പക്ഷേ ഇതൊന്നും മനസ്സിലാവുന്നില്ല. ദുർവാസമൊക്കെ വന്നു എന്നുള്ളത് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും മനസ്സിലായില്ല കേട്ടോ. അപ്പം നമ്മൾ കുറേ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ രണ്ടുപേരും നമ്മളെ കൈയായിട്ട് വിളിച്ചിട്ട് നമുക്ക് പായസം തന്നു കേട്ടോ. പായസം തന്നു, കുറച്ച് ഉണ്ണിയപ്പം തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ രണ്ടുപേരും വണ്ടർ അടിച്ചു. കാരണം നമ്മുടെ രണ്ടുപേരും മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. കാരണം ഞാൻ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് കയറി വരുമ്പോൾ നല്ല പായസത്തിൻ്റെ മണം ഉണ്ടായിരുന്നു. 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് പായസം കിട്ടുന്നതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. പക്ഷേ 11:30 മണിയായപ്പോൾ നമ്മളെ വിളിച്ച് നമുക്കിത് കിട്ടുമ്പോൾ നമുക്ക് രണ്ടുപേരും വണ്ടറടിച്ചു കേട്ടോ ഉണ്ടായിരുന്നേ. നമ്മളങ്ങനെ 12 മണിയായപ്പോൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ അപ്പം തന്നെ പായസം പൊതിയൊക്കെ അഴിച്ചിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ. 3 പേരും കൂടെ ഇരുന്ന് കഴിച്ചിട്ടാണ് കിടന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിൽ അന്നത്തെ ദിവസം രാത്രിയിൽ ഫുള്ള്. കാരണം നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യം നമുക്ക് കിട്ടിയതിൻ്റെ ഒരു ഭയങ്കര സന്തോഷവും ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.